ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാനേ കിടിലൻ ടേസ്റ്റിൽ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് വെച്ചിട്ട് ഞാനൊരു മുട്ട റോസ്റ്റ് തയ്യാറാക്കിയേ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഒരു 4 മുട്ടയാണ് ഞാൻ മുട്ട റോസ്റ്റിനായിട്ട് എടുക്കുന്നത്. ഒരെണ്ണം എക്സ്ട്രാ ഇട്ടതാണ്. പിന്നെ അതിൻ്റെ മസാലക്കൂട്ടെന്ന് പറയുന്നത് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പെരിഞ്ചീരകം, ഇതിൻ്റെ കൂടെ കുരുമുളകും കൂടെ ചേർക്കണേ. ഒരു 5-8 കുരുമുളകും കൂടെ അരച്ച് എടുക്കണം. ഞാൻ കുരുമുളക് ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഈ മസാലയുടെ കൂടെ അരച്ചത്. ക്യാമറ ഓഫായി പോയാണ്, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ സവോള ഞാൻ തീരെ നൈസാക്കി ഒരു 5 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം ഏതെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എണ്ണ ചൂടായപ്പോൾ നമ്മൾ ആ അരച്ചു വെച്ച മസാലക്കൂട്ട് ആദ്യം അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത്, അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റണം. അതിനുശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കേണ്ടത്. അപ്പോൾ ഈ മസാലക്കൂട്ടെന്ന് പറയണ ഇത് നമ്മൾ വഴറ്റണ സമയത്ത് നല്ലൊരു സ്മെല്ലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കുരുമുളക് പച്ചമുളക് ഇതെല്ലാം കൂടെ അരച്ചതല്ലേ, അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അത് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ സവോള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ആദ്യം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് സവോള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് ഐറ്റംസ് ഇതിനകത്ത് ചേർക്കാനുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ സവോള ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാനുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് സിമ്മിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ സവോള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചു. അതിനുശേഷം ഇതേണ്ട സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ കുഴപ്പമില്ല. മറ്റേത് പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇതിപ്പോൾ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ, മസാലപ്പൊടികളാണ്. അത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ ചേർക്കില്ല കേട്ടോ. മുളക് പൊടി എരിവ് കൂടിയതും കുറഞ്ഞതും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിപ്പം ഒരു ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞ മുളക് പൊടിയുടെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. മസാലപ്പൊടികളുടെ പച്ച കുത്തു മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ അതെല്ലാം കൂടെ യോജിപ്പിച്ച് തക്കാളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ചൂടുവെള്ളം, അപ്പോൾ എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ടത് അതെല്ലാം ഒന്ന് റോസ്റ്റായി മതിയെന്നുണ്ടെങ്കിൽ, മുട്ട റോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല. അഥവാ ഇച്ചിരി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത് അല്പം കൂട്ടി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട്, അപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം തക്കാളി അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വേണ്ട ലാസ്റ്റ് എന്ന് വെച്ചാൽ അത് കുറുകി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നമ്മുടെ പാകത്തിന്, അതായത് മുട്ട റോസ്റ്റിന്റെ പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയതിലേക്ക് ചേർക്കണം. മുട്ട ഞാനൊന്ന് വരഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മുട്ട അതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് മസാലയിൽ കിടന്ന് മുട്ട നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചൊക്കെ എടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറാണ് മുട്ട റോസ്റ്റിൽ. അപ്പം ഞാൻ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് കുരുമുളകിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒരു നുള്ളു പഞ്ചസാര. അത് മുട്ട റോസ്റ്റിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്ത് കളയരുത്.
പിന്നെ നമ്മൾ ഒരേ രീതിയിലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എപ്പോഴും മുട്ട റോസ്റ്റൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് മറ്റൊരു രുചിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കൂ. പിന്നെ ഇത് അപ്പത്തിനൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ട റോസ്റ്റ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.